ഹായ്, പുതിയൊരുള്ളോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ പരാജയപ്പെട്ട് OTT റിലീസ് ചെയ്ത സിനിമ ഞാൻ കാതലൻ. ഞാൻ കാതലിൻ്റെ റിവ്യൂലോട്ടാണ്. പിന്നെ ഇത് റിവ്യൂ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു സജഷനും കൂടി ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കേട്ടുന്നുണ്ട്. കാരണം ഈ ഒരു പടം എനിക്ക് അത്ര കുറച്ചുകൂടി നന്നാക്കാമെന്ന് തോന്നി. എന്ന് പറഞ്ഞാൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതും കൂടി ഞാൻ ഇതിനകത്തൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഡയറക്ടർ ഗിരീഷ് AD. പുള്ളിക്കാരൻ നേരത്തെ ഇതെന്ന് പറഞ്ഞാൽ പെട്ടിയിലിരുന്ന് പഴകിയ സിനിമ. അതായത് ഈ പ്രേമലുവിനൊക്കെ മുമ്പേ റിലീസാക്കേണ്ട പടമായിരുന്നു. പെട്ടിയിലിരുന്ന് പഴകിപ്പോയി. പടത്തിൽ അത് നല്ലോണം അറിയാനുണ്ട്. പിന്നെ എൻ്റെ റൈറ്റർ സജിൻ ചെറുകയിൽ. പിന്നെ ഇതിനകത്ത് സ്റ്റാറിങ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നസ്ലീനും അനീഷ്മ അനിൽകുമാർ, ലിജോമോൾ ജോസഫ്, പിന്നെ ദിലീഷ് പോത്തൻ. ഇവരൊക്കെയാണ് മെയിൻ റോളൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ അതിനകത്ത് തണ്ണീർമത്തൻ ദിനത്തിനകത്ത് കുറച്ച് 2-3 പേരെയും കൂടി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സപ്പോർട്ടിങ് ആക്ടേഴ്സും. ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. കൂടുതൽ വലിയ ഇതൊന്നുമില്ല, കാസ്റ്റിംഗ് ഒന്നുമില്ല. സിനിമാട്ടോഗ്രാഫി ശരൺ വേലായുധൻ പോരാ, കണ്ടിട്ട് എനിക്ക് പോരാ. ഈ പടവേ അത്ര പോരാ. അതിൻ്റെ കാരണം ഞാൻ പറയാം. പിന്നെ ഇതിനകത്ത് മ്യൂസിക് ചെയ്തേക്കുന്നത് സിദ്ധാർത്ഥ പ്രദീപ്. അതും പോരാന്നാണ് എനിക്ക് തോന്നിയത്. ചില മ്യൂസിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഉണ്ടാക്കി കയറ്റി, എന്നുവെച്ചാൽ ഉണ്ടാക്കി കയറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഒരു ഇത് എനിക്ക് തോന്നി. പിന്നെ ഇതിനകത്ത് എഡിറ്റിങ് അത്യാവശ്യം കുഴപ്പമില്ല. എഡിറ്റിങ് അത്യാവശ്യം നല്ലോണം ചെയ്തിട്ടുണ്ട്. ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആകാശ് ജോസഫ് വർഗീസ് കുഴപ്പമില്ലാത്ത എഡിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ സ്റ്റോറിയിലാണ് ഫുള്ള് ഇരിക്കുന്നത്. ഞാനിത് പ്രൊമോഷൻ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഇതൊരു ഹാക്കറിൻ്റെ ഒരു സ്റ്റോറി ആയിട്ടാണ് ഇത് കൂടുതൽ പ്രൊമോഷൻ കൊടുത്തേക്കുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് അത്ര വലിയ ഹാക്കിങ് ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് കോമഡീസ് ഒന്നും അത്ര വർക്കായിട്ടില്ല. 1-2 എന്ന് വെച്ചാൽ ഇച്ചിരി സീരിയസ് ആയിട്ടാണ് പടം പോകുന്നത്. ഇപ്പോൾ ഇതൊക്കെയാണ് പോകുന്നത്. തുടക്കം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നസ്ലൈൻ ഒരു ജോലിക്ക് വേണ്ടി പോകും. അതായത് ക്ലൈമാക്സിൽ നിന്ന് ബാക്കിലോട്ട് വരുന്നതായിട്ടാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ അതിനകത്ത് അതിന് മിസ്റ്റേക്ക് ഉണ്ട്. കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ, അതായത് നസ്ലൈൻ ഒരു കയറുന്ന സമയത്ത്, ഒരു ഓട്ടോയിൽ കയറുന്ന സമയത്ത് പുള്ളി ക്ലീൻ ഷേവാണ് ചെയ്തേക്കുന്നത്. അത് ഞാൻ പുള്ളി ഭക്ഷണം കഴിക്കുന്ന ഒരു സീനുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പുള്ളി ഇപ്പം ഷേവ് ചെയ്തിട്ട് 2-3 ദിവസം ആയി കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റി ആയിട്ട് വരുമല്ലോ, ഒരു ലെയർ പോലെ. അങ്ങനെയുള്ളൊരു ഫേസ് കാണിക്കുന്നുണ്ട്. പിന്നെ പുള്ളി കമ്പനിയിലോട്ട് പോകുന്ന സമയത്ത് പിന്നെയും ക്ലീൻ ഷേവ്. ഇത് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. കൂടിയും കുറഞ്ഞ് നിൽക്കുമോ, അതോ പുള്ളിക്കാരൻ ഓട്ടോക്കകത്ത് പോകുന്ന വഴിക്കെങ്ങാനും പണ്ട് ഒരു ആടുണ്ടായിരുന്നല്ലോ, ഓട്ടോക്കകത്തിരുന്ന് ഷേവിങ് സെറ്റിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നല്ലോ, ഓട്ടോക്കകത്തിരുന്ന് എന്തോ ഷേവ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ടോ? അതായത് അത് കണ്ടിന്യൂറ്റി മിസ്റ്റേക്കാണ്. പറഞ്ഞാൽ ഒരു യാത്രയിൽ നടക്കുന്ന കാര്യമാണ് ഇത്രയും കാണിച്ചേക്കുന്നത്. അങ്ങനെ ആരും ശ്രദ്ധിക്കത്തില്ല. ഞാനത് ആക്സിഡൻ്റലി കണ്ണിപ്പെട്ടതാണ്, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറി കാണിക്കുന്നത്. ഇതിനകത്ത് അനീഷ്മ അനിൽകുമാർ നല്ലോണം ചെയ്തിട്ടുണ്ട്. ആ പെൺകൊച്ചി നല്ലോണം ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയ റോളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഒരുമാതിരി വല്ലാതെ ഒരു നടി വേണമല്ലോ, അതിനുവേണ്ടി പിടിച്ചിട്ടേക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പിന്നെ നെസ്ലൈൻ്റെ പെർഫോമൻസ് നല്ലതായിട്ടുണ്ട്. എനിക്ക് അത് കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ ഇതിനകത്ത് സൂപ്പർ ശരണയ്ക്കകത്ത് ആ പുള്ളിക്കാരനുണ്ട്. ആ പുള്ളിക്കാരനെ നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു CA ഓഫീസറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തേക്കുന്നത് പുള്ളിക്കാരനെ നല്ലോണം ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തൻ തുടക്കം ഒരു എയർ പിടിച്ച് ഇരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് പോയി. പുള്ളിക്കാരൻ പിന്നെ ആ ഒരു പുള്ളിക്കാരൻ്റെ സ്ഥിരം ആറ്റിറ്റ്യൂഡ് തന്നെ. അതിൽ കൂടുതൽ ഒന്നും എനിക്ക് അതിനകത്ത് പറയാനൊന്നുമില്ല. ഇതിൻ്റെ ഹാക്കിങ് എന്ന് പറഞ്ഞത് നമ്മൾ വിചാരിക്കും വലിയ ഏതാണ്ട് കണ്ടുപിടിച്ച് ചെയ്യുന്ന ഹാക്കിങ് ആയിരിക്കുമെന്ന് തോന്നി. ഇത് അങ്ങനെയുള്ള ഒരു കുന്തവും ഇല്ല. കാരണം ഇത് പോയി ചെയ്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തരുടെ ഫേസ്ബുക്കിനകത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റയ്ക്കകത്ത് ഇതേപോലെ യൂസർ ഐഡിയും പാസ്വേഡും വേറൊരാളുടെ കണ്ടുപിടിച്ചിട്ട് വന്നിരുന്ന് ചെയ്യത്തില്ല. അതേപോലെയുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ച് പടം കാണുന്നതിന് മുമ്പ് വിചാരിച്ച് അല്ലാതുള്ള കുറച്ച് പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ടെന്ന്. ഇത് അതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഡയറക്ടർ ഗിരീഷ് ADയുടെ സ്ഥിരം കാണുന്ന ഫോർമാലിറ്റിയാണ് ഇതിനകത്തും അപ്ലൈ ചെയ്തേക്കുന്നത്. കാരണം ഇതിനകത്ത് ഒരു ലവ് സ്റ്റോറി ഉണ്ട്. അതായത് ഒന്ന് ലോക്കലും ഒന്ന് ഇച്ചിരി റിച്ച് ആയിട്ടുള്ള, ഇതിനകത്തും അതാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. പക്ഷേ അതിനകത്ത് കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പുള്ളി റിച്ച് ആയിട്ടുള്ളവരെ തന്നെ സെറ്റാക്കുന്നതായിട്ട് അതിനകത്ത് കാണിച്ചിരുന്നത്. ബാക്കിയുള്ളതിനകത്തെല്ലാം ഇപ്പം തണ്ണീർമത്തൻ, പുള്ളിയുടെ സിനിമയിൽ എടുത്ത് നോക്കിയാൽ ഈ തണ്ണീർമത്തൻ ദിനങ്ങളും പ്രേമലും ഇതുപോലത്തെ പടത്തിനകത്തെല്ലാം സൂപ്പർ ശരണ്യ, ഇതിനകത്തെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നടിക്ക് അതിനകത്ത് ഒരു 2 പേരോട് ഒരു ക്രഷായിട്ട് നിൽക്കുന്നതും, പിന്നെ അതിനകത്ത് ക്ലൈമാക്സിൽ ഏതെങ്കിലും ലോക്കലായിട്ടുള്ള ഒരാൾക്ക് സെറ്റാവുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇതിനകത്തും അങ്ങനെയാണ്, ആ ഒരു പാറ്റേണിലാണ് പോയേക്കുന്നത്. പക്ഷേ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഒരു നായകനെ അല്ല വേറൊരാളെ തന്നെ ആക്കുന്നതായിട്ട് അതിനകത്ത് കാണിച്ചേക്കുന്നത്. അത് അത്ര നമുക്ക് എല്ലാം പ്രിഡിക്ഷനായിട്ട് ചെയ്യാം, അല്ലാതെ കൂടുതലൊന്നും ഇതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയില്ല. പിന്നെ എനിക്ക് ഈ ഒരു പടം കണ്ടിട്ട് കുറച്ചുകൂടെ നന്നാക്കാമെന്ന് തോന്നി. അതെന്തുവെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നെസ്ലൈൻ ചെയ്ത ക്യാരക്ടറിനെ മാത്രം എടുത്ത്, അതായത് തണ്ണീർമത്തൻ ദിനത്തിനകത്ത് നെസ്ലൈൻ ഉണ്ടല്ലോ, ആ ക്യാരക്ടറിനെ എടുത്ത് ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്നുവെച്ചാൽ വേറൊരു സ്റ്റോറി ആയിട്ട്, എന്നുവെച്ചാൽ അതുമായിട്ട് തണ്ണീർമത്തൻ ദിനമായിട്ടൊരു ടച്ച് ചെയ്ത് വേറൊരു സ്റ്റോറി കൊണ്ടുവന്നാൽ നല്ലതായിരുന്നു എന്ന് തോന്നി. കാരണം അതിനകത്ത് തണ്ണീർമത്തൻ ദിനത്തിനകത്ത് കുറച്ച് പേരെയും കൂടെ ഇതിനകത്ത്
ഗസ്റ്റായിട്ടൊക്കെ കൊണ്ടുവന്ന് കാമിയായിട്ടൊക്കെ കൊണ്ടുവന്ന് കാണിച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ടെന്ന് തോന്നി. അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി ഇത് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ബിടെക് സ്റ്റോറി തന്നെ, IT ഫീൽഡിൻ്റെ ഒരു ബിടെക് സ്റ്റോറി തന്നെയാണ് കാണിക്കുന്നത്. മറ്റതിനകത്ത് അവർ +2 കഴിഞ്ഞിട്ട് ഇതിനകത്ത് ബിടെക്കിന് പോകുന്നതായിട്ട് കാണിച്ച് വേറൊരു ട്രാക്കിലൂടെ കൊണ്ടുപോകുമായിരുന്നു. ഇതിലും നല്ല ബെറ്ററായിട്ട് ഈ ഒരു പടം കൊണ്ടുവരാൻ തോന്നി. ഇപ്പം വന്നേക്കുന്ന ഞാൻ കാതലിന് വന്നേക്കുന്ന പടം എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. എന്നുവെച്ചാൽ അത്ര മോശമാണെന്നല്ല, ആ കൊണ്ടുവന്നതിൻ്റെ അത്രയും ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ സജഷൻ. ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.